ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെബിറ്റ് ക്രെഡിറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ആദ്യം നമ്മൾ പറഞ്ഞു റിസീവിങ് ആസ്പെക്ട്, ഗിവിങ് ആസ്പെക്ട്, ഡെബിറ്റ് ക്രെഡിറ്റ്. പിന്നെ നമ്മൾ അസറ്റ് ലയബിലിറ്റി എക്സ്പെൻസ് ഇൻകം റൂൾ പഠിച്ചു. അസറ്റ് ഇൻക്രീസ് ഡെബിറ്റ്, ഡിക്രീസ് ക്രെഡിറ്റ്. എക്സ്പെൻസ് ഇൻക്രീസ് ഡെബിറ്റ്, ഡിക്രീസ് ക്രെഡിറ്റ്. ലയബിലിറ്റി ഇൻക്രീസ് ക്രെഡിറ്റ്, ഡിക്രീസ് ഡെബിറ്റ്. ഇൻകം ഇൻക്രീസ് ക്രെഡിറ്റ്, ഡിക്രീസ് ഡെബിറ്റ്. അങ്ങനെ പഠിച്ചു. പിന്നെ നമ്മൾ റിയൽ പേഴ്സണൽ നോമിനൽ പഠിച്ചു. റിയൽ അക്കൗണ്ട് അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് തിങ്സ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. പേഴ്സണൽ individuals and institutions, debit the receiver, credit the giver. Nominal expenses and losses and incomes and gains, debit all expenses and losses, credit all incomes and gains. ഇതാണ് നമ്മൾ പഠിച്ചത്. നൗ ഈ ഡെബിറ്റും ക്രെഡിറ്റും ഇതിൽ ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. റിസീവിങ് ഗിവിങ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എനിവേ, ഇതിൽ ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയി തോന്നുന്നത് അത് ഉപയോഗിച്ച് ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ്. ഈ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ പല രൂപങ്ങളിലാണ് റെക്കോർഡ് ചെയ്ത് പോകാൻ പോകുന്നത്. പല ബുക്കുകളിലായിട്ടാണ് അക്കൗണ്ടൻസിയിൽ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ബുക്കിനെ പറ്റിയിട്ടാണ് ഇന്ന് പഠിക്കുന്നത്. അതായത് ഒരു ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ അത് ഫസ്റ്റ് എഴുതി വെക്കുന്ന ബുക്കിന്റെ പേരാണ് ജേർണൽ എന്ന്. ഇറ്റ് ഈസ് കോൾഡ് JOURNAL, ജേർണൽ. ജേർണൽ എന്ന വാക്ക് ഫ്രഞ്ച് വാക്കായിട്ടുള്ള ജോർ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. JOUR, ജോർ. ജോർ എന്ന വാക്കിന്റെ അർത്ഥം ഡേ എന്നാണ്. ഫ്രഞ്ച് വാക്കിന്റെ അർത്ഥം ഡേ. അപ്പൊ ജേർണൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ഡേ ബുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡേ ബുക്ക്, ഡെയിലി റെക്കോർഡ് എന്ന് പറയും. So what do you mean by that? A book of account, journal is a book of account in which day-to-day transactions are recorded in a chronological order എന്നാണ്. ഓരോ ദിവസവും നടക്കുന്ന ട്രാൻസാക്ഷൻ അത് നടക്കുന്ന ഓർഡർ അനുസരിച്ച് ക്രോണോളജിക്കൽ ഓർഡറിൽ ഫസ്റ്റ് വന്നത് ഫസ്റ്റ്, നെക്സ്റ്റ് വന്നത് നെക്സ്റ്റ്, അങ്ങനെ ഡേറ്റ് വൈസ് ആയിട്ട് ഓരോ ദിവസവും നടക്കുന്ന ഓർഡർ അനുസരിച്ച് എഴുതി വെക്കുന്ന ബുക്കാണ് ജേർണൽ എന്ന് പറയും. ജേർണൽ. സോ ഈ ജേർണലിലാണ് ആദ്യം നമ്മളൊരു ബിസിനസ്സിൽ ആസ് ആൻഡ് വെൻ എ ട്രാൻസാക്ഷൻ ടേക്സ് പ്ലേസ് ഇറ്റ് ഈസ് ഫസ്റ്റ് എൻറ്റേർഡ് ഇൻ ജേർണൽ. So journal is also called book of original entry. Original first entry ആണ്. Book of prime entry എന്നൊക്കെ അതിനെ പറയും. ഡേ ബുക്ക് എന്ന് പറയും ജേർണൽ. സോ ഈ ജേർണലിൽ ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജേർണലൈസിങ് എന്ന് പറയും. The process of recording transactions in a journal is called journalizing. എങ്ങനെയാണ് ജേർണലൈസിങ് ചെയ്യുന്നത്? ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അക്കൗണ്ടൻസിയിൽ എന്ത് ചെയ്യുമ്പോഴും അതിന് ചില ഫോർമാറ്റുകളുണ്ട്. ആ ഫോർമാറ്റുകൾ കൃത്യമായി ഡ്രോ ചെയ്ത് അത് അതിൻ്റെ രീതിയിൽ തന്നെ ചെയ്താലേ നമുക്ക് എക്സാമിന് മാർക്ക് കിട്ടുള്ളൂ. ഫോർമാറ്റ് ഇല്ലാതെ ഒരിക്കലും ചെയ്യരുത്. ചെയ്താൽ CA എക്സാമിന് ഒരിക്കലും മാർക്ക് തരില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം അതിൻ്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് വരയ്ക്കണം. സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അക്കൗണ്ടിങ് ചെയ്യുക. അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട്, റിമെമ്പർ. സോ എങ്ങനെയാണ് ജേർണൽ? ജേർണലിനൊരു ഫോർമാറ്റ് ഉണ്ട്. ഡേറ്റ് എന്നൊരു കോളം, പർട്ടിക്കുലേഴ്സ് ഒരു കോളം, LF. LF എന്ന് പറഞ്ഞാൽ LF ലെഡ്ജർ ഫോളിയോ. ലെഡ്ജർ ഫോളിയോ. ലെഡ്ജർ ഫോളിയോ ജേർണൽ കഴിഞ്ഞാൽ, ഇപ്പൊ ജേർണൽ ഒരു ബുക്കേ ആയിട്ടുള്ളൂ. ജേർണൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ലെഡ്ജർ എന്ന് വേറൊരു പുസ്തകത്തിലേക്ക് ഇതേ ട്രാൻസാക്ഷൻ മാറ്റി എഴുതി വെക്കും. അപ്പൊ ഈ ലെഡ്ജറിലെ എത്രാമത്തെ പേജിലാണോ ജേർണലിലെ ഒരു ട്രാൻസാക്ഷൻ എഴുതി വെക്കുന്നത് ആ പേജ് നമ്പർ ഇവിടെ എഴുതി വെക്കും. അതായത് ജേർണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് ട്രാൻസാക്ഷൻസ് എഴുതി വെക്കുമ്പോൾ ആ ലെഡ്ജറിലെ എൻട്രിയുടെ പേജ് നമ്പർ ഇവിടെ എഴുതി വെക്കും. ഇവിടുത്തെ പേജ് നമ്പർ അവിടെ ലെഡ്ജറിൽ എഴുതിക്കുക. ജേർണൽ ഫോളിയോ അവിടെയും ലെഡ്ജർ ഫോളിയോ ഇവിടെ. അപ്പൊ ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ മീനിങ്. എനിവേ, നമുക്കിവിടെ LF എന്ന് എഴുതാം. ക്വസ്റ്റ്യനിൽ LF തന്നിട്ടുണ്ടെങ്കിൽ എഴുതിയാൽ മതി ആ നമ്പർ. പക്ഷെ കോളം പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഡെബിറ്റ്
ക്രെഡിറ്റ്. അതാണല്ലോ നമുക്ക് എഴുതേണ്ടത്. ഡെബിറ്റ് റുപ്പീസ്, ക്രെഡിറ്റ് റുപ്പീസ്. ആ റുപ്പീസിന്റെ സിമ്പിൾ ഇടണം. അത് എമൗണ്ട് കോളമാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ് റുപ്പീസ്, ക്രെഡിറ്റ് റുപ്പീസ്. ഇതാണ് ഫോർമാറ്റ്. എങ്ങനെയാണ് ഈ ജേർണലൈസ് ചെയ്യുക എന്നാണ് പഠിക്കാൻ പോകുന്നത്. നോക്കൂ, ഇതിൽ ഇപ്പോൾ നമുക്കൊരു ട്രാൻസാക്ഷൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. 2019 January 1st. 2019 January 1st വരുമ്പോൾ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹1 lakh. ഇതാണ് ട്രാൻസാക്ഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താ പഠിച്ചത്? ബിസിനസ്സിലേക്ക് വരുന്നതും ബിസിനസ്സിൽ നിന്ന് പോകുന്നതും, റിസീവിങ് ആസ്പെക്റ്റും ഗിവിങ് ആസ്പെക്റ്റും കാണാൻ പഠിച്ചു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കറിയാം, ക്യാഷ് ഇസ് ദ റിസീവിങ് ആസ്പെക്ട് ഹിയർ. യു ഹാവ് ടു സീ തിങ്സ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ ബിസിനസ്. അപ്പോൾ ബിസിനസിന്റെ ഭാഗത്തുകൊണ്ട് ചിന്തിക്കുമ്പോൾ ബിസിനസ് മാൻ ഔട്ട്സൈഡർ ആണ്, അയാൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു, അപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, റിസീവിങ് ആസ്പെക്ട്. ഓണർ തന്നു, ഗിവിങ് ആസ്പെക്ട്. അപ്പോൾ അതാണ് ക്യാപിറ്റൽ. ഓണറിന്റെ അക്കൗണ്ട് ആണ് ക്യാപിറ്റൽ. സോ ക്യാഷ് ഡെബിറ്റ്, ക്യാപിറ്റൽ ക്രെഡിറ്റ്. ഇത് നമ്മൾ മനസ്സിൽ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം ഡേറ്റ് എഴുതുക. 2019 January 1st, 2019 Jan 1st. 1/1/2019 എന്ന് എഴുതുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ക്ലാരിറ്റിയോട് കൂടി എഴുതുകയാണ്. ദെൻ ഡെബിറ്റ് ആസ്പെക്ട് ഫസ്റ്റ്. എപ്പോഴും ഡെബിറ്റ് ഫസ്റ്റ് എഴുതും. അപ്പോൾ ക്യാഷ് ആണ് ഡെബിറ്റ്, നമ്മൾ കണ്ടുപിടിച്ചു. ക്യാഷ് അക്കൗണ്ട്, ഡെബിറ്റിന്റെ ഷോർട്ട് ഫോം DR, ഡെബിറ്റ്. 1 lakh ഡെബിറ്റ് കോളത്തിൽ എമൗണ്ട് എഴുതി. ടു ക്യാപിറ്റൽ അക്കൗണ്ട്, ക്രെഡിറ്റ് ആസ്പെക്ട് എഴുതി. അവിടെ CR എന്ന് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ടു എന്ന് പറഞ്ഞ് മിഡിലായിട്ട് ടു ക്യാപിറ്റൽ. ക്രെഡിറ്റ് എഴുതുമ്പോൾ ടു എന്ന് പറഞ്ഞ് എഴുതണം. ടു ക്യാപിറ്റൽ, നേരെ ക്രെഡിറ്റ് കോളത്തിൽ എമൗണ്ട് എഴുതി. ബ്രാക്കറ്റിൽ, വളരെ ഇമ്പോർട്ടൻറ്റ്, ഇതിൻ്റെ താഴെ ബ്രാക്കറ്റിൽ അതെന്താണ് ട്രാൻസാക്ഷൻ എഴുതണം. ബിസിനസ് സ്റ്റാർട്ടഡ് എന്നോ, ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് എന്നോ, ഓണേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ബിസിനസ് എന്നോ, എന്താണോ അത് സൂചിപ്പിക്കുന്നത് അത് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതണം. അതിനെ നരേഷൻ എന്ന് പറയും. ഈ എഴുതിയിരിക്കുന്നതാണ് നരേഷൻ. നരേഷൻ ബ്രാക്കറ്റിൽ എഴുതണം. നരേഷൻ ഇസ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ given in the journal entry which explains the nature of the transaction. കാരണം ഇതിപ്പോൾ ഒരു ടെക്നിക്കൽ ലാംഗ്വേജ് ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ, ക്യാഷ് ഡെബിറ്റ് ക്യാപിറ്റൽ ക്രെഡിറ്റ്. പക്ഷെ ഒരാൾ നോക്കിയാൽ, സാധാരണക്കാരൻ നോക്കിയാൽ അത് മനസ്സിലാവില്ല. അപ്പോൾ അയാൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി, ഇന്ന് ട്രാൻസ്പെറൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ നരേഷൻ കൊടുക്കുന്നത്. കമ്പൽസറി ആണ്. ഇപ്പോൾ നമ്മൾ ഈ എഴുതി കഴിഞ്ഞു. ഇതിന് ജേർണൽ എൻട്രി എന്ന് പറയുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 1 lakh ടു ക്യാപിറ്റൽ 1 lakh, then write the narration. So it becomes a journal entry. ഇനി അടുത്ത ട്രാൻസാക്ഷൻ, ഇപ്പോൾ പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്നൊരു ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ, 40,000 പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ, നാച്ചുറലി ബാങ്ക് ക്യാഷ്. ബാങ്ക് ഇസ് ദ റിസീവിങ് ആസ്പെക്ട്, ക്യാഷ് ഇസ് ദ ഗിവിങ് ആസ്പെക്ട്. ബാങ്കിൽ പൈസ ഇട്ടപ്പോൾ ബാങ്ക് റിസീവ് ചെയ്തു, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ബിസിനസ്സിൽ നിന്ന് പോയി. സോ ബാങ്ക് ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ഇത് മനസ്സിൽ കാണുന്നു. എന്നിട്ട് ഡേറ്റ് ഇവിടെ എഴുതി. സെക്കൻഡ്, ബാങ്ക് ഡെബിറ്റ്, ഡെബിറ്റ് ഫസ്റ്റ് എഴുതും. 40,000 ടു, സെൻട്രലായിട്ട് മിഡിലായിട്ട് ടു, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആസ്പെക്ട് ആണ് അങ്ങനെ എഴുതുന്നത്. നേരെ ഇവിടെ എമൗണ്ട് എഴുതി, ബ്രാക്കറ്റിൽ ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന നരേഷൻ എഴുതണം. ഇങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ ജേർണലൈസ് ചെയ്യുന്നത്. ഇപ്പൊ ജേർണലൈസ് ചെയ്യുന്നത് എന്താണെന്നും, ജേർണൽ എൻട്രി എന്താണെന്നും, നരേഷൻ എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ വി വിൽ മീറ്റ് in the next class. Okay.